പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. എവിടേക്കു പോണു ഞാൻ, എവിടേക്കു പോണു ഞാൻ, വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ, മണ്ണിൽ വെളിച്ചമുണ്ടോ. ഹായ് മക്കളെ. അപ്പോഴേ ഇത് പണ്ട് അമ്മയുടെ കുഞ്ഞുനാളിലെ അമ്മയുടെ അപ്പൂപ്പനെ, അമ്മയുടെ അച്ഛൻ അപ്പോൾ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് നേരം വീട്ടിൽ ഫ്രണ്ടിൽ കസേരയൊക്കെ ഇട്ടിട്ട് അമ്മയുടെ കുഞ്ഞുനാളിലെ പാടുന്ന പാട്ടായത് ഈ നാടകഗാനം. ഭയങ്കര ഇഷ്ടം, നല്ല പാടുമായിരുന്നു അപ്പൂപ്പൻ നല്ലോണം പാടുമായിരുന്നു ഈ പാട്ട്. അപ്പോൾ അപ്പൂപ്പൻ്റെ ഓർമ്മയ്ക്കായിട്ട് അമ്മ ഈ പാട്ടെന്ന് പാടിയത്. അപ്പോൾ എല്ലാ മക്കൾക്കും അമ്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴേ രാവിലെ എല്ലാവരും ചായ കുടിച്ചോ? അപ്പം അമ്മ ചായ കുടിക്കുകയാണ്. ചായ ഇട്ടുകൊണ്ട് വെച്ച് അമ്മ ചായ കുടിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ 2 വീഡിയോയ്ക്ക് മുമ്പ് അമ്മ ഒരു കാര്യം പറഞ്ഞില്ല. അമ്മയുടെ വീട്ടിൽ ഇവിടെ ഒരു കൊമ്പിനകത്ത് എള്ളിൻ്റെ ഒരു മരം വന്നെന്ന് പറഞ്ഞില്ലേ? ആ എള്ള മരത്തിൽ നിന്ന് അമ്മയ്ക്ക് അന്ന് അമ്മ 5-6 എള്ള് പറിച്ചു വെച്ചിരുന്നത്. അതമ്മ ഉണക്കി അതിൽ നിന്ന് കിട്ടിയ എള്ളായത്. എള്ള് നല്ല കറുത്ത മുട്ടൻ എള്ള്. അപ്പം അമ്മ ഇത് വിശ്വസിച്ചില്ല എള്ളാണെന്ന്. പക്ഷേ അമ്മ ഇത് ഉണക്കി നല്ല സൂപ്പർ എള്ള് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ മക്കളും രാവിലെ ചായയൊക്കെ കുടിച്ച് അപ്പം അമ്മ ചായ കുടിക്കട്ടെ. അപ്പോഴേ മക്കളെ അമ്മ രാവിലത്തെ കാപ്പി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോഴേ ഇന്ന് നമ്മളെ വീട്ടിൻ്റെ 2 കിലോമീറ്ററിന് അപ്പുറത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. ഇരട്ടക്കുളങ്ങര അമ്പലത്തിൻ്റെ അടുത്തൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അമ്മ ഇഡ്ഡലി, നല്ല ചൂട് ഇഡ്ഡലി, നല്ല പഞ്ഞുവെളുത്ത ഇഡ്ഡലി, വട, വെള്ള ചമ്മന്തി, സാമ്പാർ ഇത്രയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാം. സാമ്പാർ എടുത്ത് നല്ല ടേസ്റ്റാണ് അവിടുത്തെ ഇഡ്ഡലി കേട്ടോ. ഇഡ്ഡലി മാത്രമല്ല, ഇഡ്ഡലി, മസാല ദോശ, ഒരു സാമ്പാറൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് കുറച്ച് സാമ്പാർ അങ്ങോട്ട് അതിൻ്റെ ഇഡ്ഡലി എടുത്ത് എന്നിട്ട് കുറച്ച് സാമ്പാർ അങ്ങോട്ട് കഴിക്കാം. കുറച്ച് സാമ്പാർ, നല്ല സൂപ്പർ സാമ്പാർ. പിന്നെ ഇച്ചിരി ചട്നി കഴിക്കാം. ചട്നി. അപ്പം വട. നമുക്ക് ആദ്യം ഇഡ്ഡലി കഴിക്കാം. ഇഡ്ഡലി അങ്ങോട്ട് എടുത്ത് കുറച്ച് സാമ്പാറിലോട്ടിട്ട് അങ്ങോട്ട് നേപ്പൊടി, കുറച്ച് ചമ്മന്തി എടുത്ത് കുറച്ച് വടയും വെച്ച് നല്ല രുചി, നല്ല ടേസ്റ്റാണ് കടയിലെ ഫുഡ് കേട്ടോ. നല്ല ടേസ്റ്റ്. നിങ്ങളൊക്കെ കൊല്ലത്ത് വരുവാണെങ്കിൽ വെജിറ്റേറിയൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിനടുത്തുള്ള വെജിറ്റേറിയൻ ഹോട്ടലിൽ വന്നാൽ മതി. സൂപ്പർ ഫുഡാണ്. അടിപൊളി മസാല ദോശയും പനീർ റോസ്റ്റും ഒക്കെ കിട്ടും. പനീർ മസാല ദോശയും കിട്ടും. സൂപ്പറാണ് കിട്ടും. മഷ്റൂം ദോശ. അപ്പം അമ്മ അവിടെ പോയിരുന്ന് കഴിക്കുമായിരുന്നു. ഇന്ന് പിന്നെ പോയില്ല. രാവിലെ അപ്പം അമ്മയ്ക്ക് വാങ്ങിക്കൊണ്ട് തന്നു. കഴിക്കട്ടെ. അപ്പോഴേ മക്കളെ അമ്മ കൊല്ലത്ത് വരെ പോവുകയാണ്. അപ്പം കൊല്ലത്ത് പോയിട്ട് വന്നിട്ട് അമ്മ കാണാം. അപ്പം അമ്മ പോയിട്ടോട്ടെ. അപ്പോഴേ മക്കളെ അമ്മ കൊല്ലത്തൊക്കെ പോയിട്ട് വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോൾ അമ്മ ചോറ് വെച്ചില്ലായിരുന്നു, താമസിച്ച് പോയി വന്നപ്പോൾ. അപ്പം രാവിലത്തെ മേടിച്ചെൻ്റെ ഇഡ്ഡലിയുടെ ബാക്കി ഉണ്ടായിരുന്നു 3 ഇഡ്ഡലി. അപ്പോഴമ്മ അത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇത് കഴിക്കാൻ പോവുകയാണ്. രാവിലെ മേടിച്ചെൻ്റെ ബാക്കി ഇഡ്ഡലിയാണ്. അപ്പം അമ്മ ഇത് കഴിക്കട്ടെ. ഒരുപാട് താമസിച്ച് പോയി വന്നപ്പോൾ.
അവിടെ കുറച്ച് താമസം ഉണ്ടായിരുന്നു ബാങ്കിൽ. അപ്പോൾ അവിടെ എവിടെയൊക്കെ പോയി കുറച്ച് താമസിച്ചു. അതുകൊണ്ടാണ് ചോറ് വെക്കാൻ താമസിച്ചത്. വന്നിട്ട് വെക്കാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞാൽ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേന് സമയം താമസിച്ചു പോയി. 2-3 ഇടത്തൊക്കെ പോകണമായിരുന്നു. പോയി അപ്പോഴതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കയറിയത് 1 മണി ഇപ്പം 5 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അമ്മ രാവിലത്തെ സാമ്പാർ ഇഡലി ചൂടാക്കിയിട്ടുണ്ട്. സാമ്പാർ കൊള്ളാമോന്ന് അറിയത്തില്ല, കൊള്ളായിരിക്കും, ഒഴിച്ച് നോക്കട്ടെ. അമ്മ കഴിക്കുക. നല്ല സാമ്പാറാണ്, ചീത്തയൊന്നും ആയിട്ടില്ല, കൊള്ളാം. അപ്പം അമ്മ ഇത് കഴിക്കട്ടെ. അപ്പോഴേ മക്കളെ അമ്മയ്ക്ക് വൈകുന്നേരം ഇഡലിയൊക്കെ കഴിച്ച് വൈകുന്നേരം 5 മണിക്കല്ലേ അമ്മ ഫുഡ് കഴിച്ചത്. അത് കഴിച്ചത് കാരണം വയറൊക്കെ അങ്ങ് നിറഞ്ഞു. അപ്പോൾ രാത്രിത്തേക്ക് അമ്മയ്ക്ക് ഇനി ഫുഡൊന്നും വേണ്ട. അമ്മ കുറച്ച് മുന്തിരിങ്ങ കഴിക്കുക, നല്ല പച്ച മുന്തിരിങ്ങ. ഇപ്പം അമ്മ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വാങ്ങിക്കൊണ്ട് വന്നേ. മധുരം നല്ല കുറവാണ്. ആ കട അവിടെ മുന്തിരിങ്ങ ഇല്ല, അത് വേറൊരു കടയിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ കഴിക്കട്ടെ. എല്ലാ മക്കളും രാത്രി ആഹാരമൊക്കെ കഴിച്ചോ? അപ്പോൾ അമ്മ ഇന്ന് രാത്രി ഈ മുന്തിരിങ്ങ മാത്രമാണ് കഴിക്കുന്നത്. അപ്പോൾ അമ്മയുടെ വീഡിയോ എല്ലാ മക്കളും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അമ്മ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.